സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അതൊരു കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്സ് ആണ്. ചിലർക്ക് ചിരിക്കുമ്പം പല്ല് പൊങ്ങിയിരിക്കുക, ചിലർക്ക് ചിരിക്കുമ്പം പല്ലിനിടയിൽ വിടവ് കാണുക, ചിലർക്ക് പല്ല് നേരെ തെറ്റിയിരിക്കുക, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. എന്നാൽ മറ്റു ചിലർക്ക് ചിരിക്കുമ്പോൾ മോണ കാണുന്നതാണ് പ്രശ്നം. അപ്പോൾ എന്താണോ പ്രശ്നം അതിനുള്ള പരിഹാരം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒരു കോമ്പിനേഷൻ ആയിട്ട് ചെയ്യുന്നതിനാണ് സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല്ല് പൊങ്ങിയിരിക്കുകയാണെങ്കിൽ, നിര തെറ്റിയിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിടവൊക്കെ ആണെങ്കിൽ നമ്മൾ ഓർത്തോഡോണ്ടിക് കറക്ഷൻ ചെയ്യും. ഓർത്തോഡോണ്ടിക് കറക്ഷൻ എന്ന് പറയുമ്പം പല്ലിന് മീതെ മുത്ത് വെച്ചിട്ടുള്ള ബ്രേസസും ഉണ്ട്, അതേപോലെ തന്നെ പല്ലിന് മേലെ ഒരു ട്രാൻസ്പെറൻറ്റ് ട്രേ വെച്ചിട്ടുള്ള അലൈനർ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഇതിൽ ഏത് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും മിനിമം 6 മാസം തൊട്ട് ഒരു 1.5-2 വർഷം വരെ എടുക്കും ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാവാൻ. അതിനനുസരിച്ച് നമുക്ക് റിസൾട്ടും കിട്ടുള്ളൂ. ഇൻസ്റ്റന്റ് സ്മൈൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം. അവിടെയാണ് ഡെന്റൽ വെനീർസ് വരുന്നത്. അതിൽ കോമ്പോസിറ്റ് വെനീർസും ഉണ്ട്, പോർസ്ലൈൻ വെനീർസും ഉണ്ട്. ഇതിൽ ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഡെന്റിസ്റ്റിനെ വന്ന് കണ്ട് ഒരു മോക്കപ്പ് പ്രിപ്പറേഷൻ നടത്തി ഭാവിയിൽ നിങ്ങളുടെ ചിരി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സെക്കൻഡ് വിസിറ്റിൽ നിങ്ങൾക്ക് വെനീർസുമായിട്ട് പുതിയ ചിരി ലഭിക്കുന്നതായിരിക്കും.